ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് തുടക്കാം. മനുഷ്യരിൽ പല യോഗങ്ങളുള്ളവരുണ്ട്. ചിലർ ജനിക്കുമ്പോഴേ രാജയോഗവുമായാണ് എത്തുക. പണവും അധികാരവും സ്വാധീനവും ഒക്കെ ഇവർക്കുണ്ടാകും. എന്നാൽ ചിലർക്ക് ഏതു കാലം കഴിഞ്ഞാലും സേവകരുടെ യോഗമാണ് ഉണ്ടാവുക. വിധേയൻ എന്ന സിനിമയിലെ ഗോപകുമാർ അവതരിപ്പിച്ച കഥാപാത്രം പോലെ. ഇത്തരം സേവകയോഗം തലയിൽ പേറി ജനിച്ചൊരു കഥാപാത്രമാണ് ഭാസു അഥവാ ഭാസുരചന്ദ്രൻ അടീരി, നമ്മുടെ കഥയിലെ നായകൻ. പാലക്കാട്ടെ ഒരു അടീരി കുടുംബത്തിലായിരുന്നു ഭാസുവിൻ്റെ ജനനം. 1971 യുദ്ധം കഴിഞ്ഞ സമയത്ത് ചെറുപ്പത്തിൽ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിൽ നിളയുടെ കുത്തൊഴുക്കിൽ ഭാസുവിൻ്റെ രക്ഷിതാക്കൾ മരിച്ചു. അമ്മാവനായ അച്യുതൻ അടീരിയാണ് പിന്നീട് അവനെ വളർത്തിയത്. അധ്യായം 1. അമ്മായിയുടെ വാക്കത്തി. കുട്ടിയുടുപ്പും കളിപ്പാട്ടങ്ങളുമായി കഴിയേണ്ട ബാല്യം ഭാസുവിനെ സംബന്ധിച്ച് കഷ്ടത നിറഞ്ഞതായിരുന്നു. അച്യുതൻ അടീരിക്ക് അനേകം നിലങ്ങളും തോട്ടങ്ങളും കാലി ഫാമുകളും ഉണ്ടായിരുന്നു. മലമ്പുഴയ്ക്കടുത്ത് ഒരു പണ്ടകശാലയും. ഭാസുവിൻ്റെ അച്ഛനെ പോലെയല്ല, ആള് ധനികനാണെന്ന് സാരം. അച്യുതൻ്റെ ഭാര്യയും തൻ്റെ അമ്മായിയുമായ സാവിത്രി ആയിരുന്നു ഭാസുവിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ പേടി സ്വപ്നം. ഒരിക്കലും മുഖം തെളിയാത്ത ഒരു ക്രൂരയായിരുന്നു സാവിത്രി. തറവാട്ടിലെ സർവ്വകാര്യങ്ങളുടെയും അധിപയും കാര്യക്കാരിയും റാണിയുമായിരുന്നു സാവിത്രി. പെണ്ണുങ്ങളോട് ഒരിക്കലും തീരാത്ത പേടി ഭാസുവിൽ സൃഷ്ടിച്ചത് അമ്മായിയാണ്. മലയാളത്തിലെ സിനിമാ നായികയായ മറിയയെ പറിച്ചു വെച്ചതുപോലെയാണ് അമ്മായിയെ കാണാൻ. തൻ്റെ മക്കളായ കിട്ടനെയും ചിന്നനെയും രാജകുമാരന്മാരെ പോലെ വളർത്തിയ സാവിത്രി ഒരു വേലക്കാരൻ്റെ സ്ഥാനം പോലും മരുമകനായ ഭാസുവിന് കൊടുത്തിരുന്നില്ല. കിട്ടനും ചിന്നനും രാവിലെ പാലും പലഹാരങ്ങളുമായി പ്രാതൽ കഴിച്ച് രസിക്കുമ്പോൾ കരിക്കാടിയേക്കാൾ കഷ്ടമായ പഴങ്കഞ്ചിയും ഒരു മുളക് പൊട്ടിച്ചതുമാണ് വേലക്കാരി വഴി അവന് കിട്ടിയിരുന്നത്. എന്നിട്ടും അവന് പരിഭവം ഏതുമില്ലായിരുന്നു. പണ്ട് മണ്ണപ്പം ചുട്ട നാളിലെ കൂട്ടുകാരൊക്കെ ഷോളിൽ പോയി മിടുക്കന്മാരായി. എന്നിട്ടും അമ്മാവൻ്റെ കാലികളുടെ ചാണകം കോരലും വൈക്കോൽ തുറുവിലേക്ക് കച്ചി ചുമ്മലുമായിരുന്നു ഭാസുവിൻ്റെ പണി. അമ്മാവൻ്റെ കാലികളുടെ ഒപ്പം ഒരു മനുഷ്യക്കാലി. രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ അർദ്ധരാത്രി കിടക്കുന്നത് വരെ ഇടതടവും ഇടവേളയുമില്ലാത്ത പണി, പണിയോട് പണി. അമ്മായി സാവിത്രിയുടെ അവനോടുള്ള പെരുമാറ്റം നാൾക്ക് നാൾ കൂടുന്തോറും മോശമായി വന്നു. രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അമ്മായി ഇടയും. തിന്നു മുടിക്കാനായിട്ട് ഓരോ അശ്ലീലങ്ങൾ. ആദ്യം പറയുന്നത് അതാകും. മൂർച്ചയേറിയ വാക്കുകളായിരുന്നു അമ്മായിക്ക്. 1:30 കഴിഞ്ഞ് പഴങ്കഞ്ഞി തരുന്നതിനാണ് ഈ വർത്തമാനം. നിന്നയോടെ അല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഭാസുവിന് ഇതുവരെ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ ചുമടെടുത്തും വിറക് വെട്ടിയും ഒരഭയാർത്ഥിയെപ്പോലെ ഭാസു കഴിഞ്ഞുകൂടി. അച്യുതൻ അടീരി അക്കാലത്ത് നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനായിരുന്നു. കച്ചവടവും പാർട്ടി പ്രവർത്തനവും. ഭാസുവിൻ്റെ കാര്യങ്ങൾ ഒന്ന് തിരക്കാനോ അവനോടൊന്ന് സംസാരിക്കാനോ ഇതിനിടയിൽ അയാൾക്ക് അവസരം കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ ഭാസുവിൻ്റെ കഷ്ടപ്പാടുകൾ അടീരി അറിഞ്ഞതുമില്ല. അറിഞ്ഞിട്ടും ഫലമില്ല. കാരണം ഭാര്യയെ തീ പോലെ പേടിയാണ് അമ്മാവന്. ആ ഇടയ്ക്കാണ് ഒരു പ്രധാന സംഭവം നടന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സിഖ് അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഇന്ത്യയിൽ എല്ലായിടത്തും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന അനുശോചന യോഗങ്ങളും ഗാന്ധി മണ്ഡലങ്ങളും തുടങ്ങി. എല്ലായിടത്തെയും പ്രവർത്തകർ ഇതിൻ്റെ സംഘാടനത്തിനായി വിളിക്കപ്പെട്ടു. അച്യുതൻ അടീരിക്ക് കോയമ്പത്തൂരിനടുത്ത സ്ഥലത്തെ യോഗങ്ങളുടെ സംഘാടനമാണ് ലഭിച്ചത്. അയാൾ അങ്ങോട്ടേക്ക് പോയി. അന്ന് കൗമാരക്കാരനായിരുന്നു ഭാസു. 18 വയസ്സ് കടന്നിട്ടും പോഷകാഹാരക്കുറവ് മൂലം 5 അടി നീളമാണ് അവനുണ്ടായിരുന്നത്. അടീരിയില്ലാത്ത ദിവസങ്ങളൊന്നിൽ പാടത്ത് മേഞ്ഞിരുന്ന കാലികളെ തിരികെ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടിയിട്ട ശേഷം അല്പം വെള്ളം കുടിക്കാനായി അടുക്കളപ്പുറത്തേക്ക് പോയപ്പോഴാണ് അവൻ അത്ര പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ടത്. ആ
സുഖത്തിൻ്റെ പാരമ്യതയിൽ നിലവിളി പോലെ അനുഭവപ്പെട്ട ഒരു സ്ത്രീ ശബ്ദം. അമ്മായിയുടെ മുറിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ ചെവി വട്ടം പിടിച്ചു. ശബ്ദത്തിൻ്റെ അലമാലകൾ ഏറിയും കുറഞ്ഞും വീണ്ടും ഉയരുന്നുണ്ട്. മുറിയുടെ തടിജനാലയുടെ ഒരു വാതിൽപ്പാളി ചെറുതായി തുറന്നു കിടന്നിരുന്നു. അവൻ ആ ജനാലയുടെ വാതിൽ തുറന്നു നോക്കി. അപ്പോൾ കണ്ട രംഗം ഭാസുവിന് വിശ്വസിക്കാനായില്ല. മുറിയിലെ ഒരു മേശയിലേക്ക് കൈയൂന്നി കുനിഞ്ഞു നിൽക്കുകയാണ്. പിന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലായി. അയൽക്കാരനായ വിക്രമൻ തമ്പി. പരമ്പത്ത് പണിയുടെ ഇടവേളകളിൽ ഇടയ്ക്കിടെ കബഡി കളിക്കാനും ഗോലി കളിക്കാനുമൊക്കെ അമ്മായി അറിയാതെ പോകുമായിരുന്നു ഭാസു. ആ വകയിൽ കുറച്ച് കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്. അവർ വഴി എന്നാൽ എന്താണെന്നും എങ്ങനെയാണെന്നുമൊക്കെ ചെറിയൊരു വിവരം ഭാസുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഴുത്ത ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വന്യമായ ഒരു രംഗം കാണുന്നത് അവൻ ആദ്യമായിരുന്നു. ആ സ്ത്രീ തൻ്റെ അമ്മായിയും പുരുഷൻ അയൽപ്പക്കക്കാരനും. അടീരിയുടെ അടുത്ത സുഹൃത്തായിരുന്നു വിക്രമൻ തമ്പി. എടി, എപ്പോൾ വരുമെടി നിൻ്റെ അടീരി? പരിപാടിക്കിടയിൽ അയാൾ അമ്മായിയോട് ചോദിച്ചു. ഓ, അങ്ങേരിനി ഇന്ദിരാഗാന്ധിയുടെ ചാവടിയന്തരം ഉണ്ടിട്ടേ വരത്തുള്ളൂ വിക്രമേട്ട, ഉച്ചത്തിൽ ഉയരുന്ന ശബ്ദങ്ങൾക്കിടയിൽ അമ്മായി പറഞ്ഞു. ആ, നന്നായി. അപ്പോൾ ഇനി 1-2 ആഴ്ച എടുക്കുമല്ലേ? വിക്രമൻ ചോദിച്ചു. 2 ആഴ്ച എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുത്തേക്കും. പൊന്നേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. അമ്മായി വാക്കുകളിൽ സ്നേഹം പുരട്ടി വിക്രമനോട് പറഞ്ഞു. പൊന്നേട്ട, കുറേ നാളായിട്ട് ഞാൻ പറയുന്നതല്ലേ, ഇന്ന് രാത്രി ഇവിടെ കിടക്ക്, നമുക്കങ്ങ് സ്നേഹിച്ച് മരിക്കാം. വിക്രമേട്ടൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങാൻ വല്ലാത്ത കൊതി. എപ്പോഴും ഇങ്ങനെ ധൃതി പിടിച്ചുള്ളതല്ലാതെ ഒരു തായത്തിനൊക്കെ നമുക്ക് കൂടാം. അമ്മായി ശൃംഗാരസ്വരത്തിൽ പറഞ്ഞു. എടി, നിന്റെ കുട്ടികൾ അറിയത്തില്ലേ? വിക്രമൻ ചോദിച്ചു. ചിന്നനും കിട്ടനും വൈകിട്ട് 8 ആകുമ്പോഴേ ഉറക്കാവും. പിന്നെ അശ്രീകരൻ പാസുചെറുക്കനാണ്, അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാം. അമ്മായി അയാളെ പ്രോത്സാഹിപ്പിച്ചു. തന്നോട് അമ്മായിക്ക് എത്ര വെറുപ്പാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു ഭാസു ആ സംഭാഷണത്തിലൂടെ. അശ്രീകരമെന്നോ എന്തെങ്കിലും തെറി കൂട്ടിയോ അല്ലാതെ അമ്മായി തന്നെ വിളിക്കുകയേയില്ല. നിനക്കത്ര ആവശ്യമാണെങ്കിൽ ഞാൻ വരാടി, വിക്രമൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഒരലർച്ച വിക്രമൻ്റെ തൊണ്ടയിൽ നിന്ന് വെളിയിലേക്ക് വന്നു. അമ്മായി തളർച്ചയോടെ കട്ടിലേക്ക് വീണിരുന്നു. എല്ലാത്തിനും അനുസരണയോടെ വഴങ്ങിക്കൊടുക്കുന്ന അമ്മായി. അമ്മാവൻ്റെ മുന്നിൽ ചീറി നിൽക്കുന്ന അമ്മായിയുടെ വിധേയത്വ ഭാവം ആദ്യമായി കാണുകയായിരുന്നു ഭാസു. പോട്ടേടി, തേങ്ങ ഇടാൻ ആൾ വരും, ഞാൻ അവിടെ ഇല്ലെങ്കിൽ എല്ലാം കട്ടുണ്ടു പോകും, വിക്രമൻ അവരുടെ താടി തലോടിക്കൊണ്ട് പറഞ്ഞു. പൊന്നേട്ടൻ പോയി അല്പം വിശ്രമമൊക്കെ എടുക്ക്. രാത്രി വാ, ഞാൻ ആട്ടിറച്ചി വാങ്ങിച്ച് കറി വയ്ക്കുന്നുണ്ട് വൈകിട്ട്. കാതരയായി അമ്മായി കൊഴിഞ്ഞു. വിക്രമൻ മുണ്ടും ഷർട്ടും ഇട്ട് ദ്രുതഗതിയിൽ പുറത്തേക്ക് പോയി. അമ്മായി ചിരിയോടെ തിരിഞ്ഞു കിടന്നു. ഭാസു ഓടി പറമ്പിൽ പോയി നിന്നു. താൻ കണ്ട രംഗം അവൻ മനസ്സിലോർത്തു. അമ്മായിയെ തലങ്ങും വിലങ്ങും പൂശുന്ന വിക്രമേട്ടൻ. എന്തൊരു രംഗമായിരുന്നു അത്! രാത്രിയായപ്പോൾ സാവിത്രി അമ്മായി കുളപ്പുരയിൽ നിന്ന് കുളി കഴിഞ്ഞ് ഒരു വലിയ തോർത്ത് മാറു മുതൽ തുടവരെ ഉടുത്ത് കയറി വന്നു. ഒരു ചെറു തോർത്തുകൊണ്ട് അമ്മായി മുടി കെട്ടിയിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് അമ്മായിയുടെ കുട്ടികളായ ചിന്നനും കിട്ടനും ഭാസുവിനൊപ്പം നിരപ്പ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെസ് പോലെ പണ്ട് കാലത്ത് നാട്ടിലുണ്ടായിരുന്ന കളിയാണ് നിരപ്പ്. അമ്മായിയെ ഭാസു ഒന്ന് പാളി നോക്കി. അവരുടെ ദേഹത്തോടൊട്ടിക്കിടക്കുന്ന തോർത്ത് അവരുടെ ശരീരമഹിമ വെളിയിൽ കാട്ടുന്നതായിരുന്നു. എന്നും പാലും മുട്ടയും ഇറച്ചിയൊക്കെ അല്ലേ തീറ്റ. ചിന്നനും കിട്ടനും പോയി ഉറങ്ങിക്കേ, അമ്മായി വിളിച്ചു പറഞ്ഞു. ഇച്ചിരി കൂടെ പഠിച്ചിട്ട് ഉറങ്ങാം അമ്മ, ഗുണനപ്പട്ടിക എഴുതാനുണ്ട്, ചിന്നൻ പറഞ്ഞു. ഇതുവരെ എന്തായിരുന്നു നിൻ്റെയൊക്കെ പണി? ഇനി ഒരു പട്ടിക എഴുതണ്ട, പോയി കിടന്നുറങ്ങിനടാ, കർശന സ്വരത്തിൽ അമ്മായി പറഞ്ഞു. അന്നത്തെ കാലത്ത് അമ്മമാർ പറയുന്നതായിരുന്നു കുട്ടികളുടെ അവസാന വാക്ക്.
തെറ്റിച്ച ചന്തിയിൽ പുളിങ്കമ്പ് പൊളയും. അത് പേടിച്ച് കുട്ടികൾ അമ്മ പറയുന്നതിനെ എതിർക്കാറേയില്ലായിരുന്നു. പിള്ളേർക്ക് മേൽ അന്നത്തെ മാതാപിതാക്കൾക്ക് വല്ലാത്ത കൺട്രോളായിരുന്നു. ചിന്നനും കിട്ടനും ഒരുമിച്ച് തെക്കിനിയിലെ മുറിയിലാണ് കിടക്കുന്നത്. അവർ അങ്ങോട്ടേക്ക് പോയി. അമ്മായി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ എന്തോ പണി വരാനുണ്ടെന്ന് ഭാസു നിരൂപിച്ചു. ചായ്പിലാണ് ഭാസു സാധാരണ കിടക്കുന്നത്. ഭാസുരചന്ദ്ര, ഇങ്ങോട്ട് വാടാ, അമ്മായി വിരൽ ചൂണ്ടി വിളിച്ചു. ഞാൻ ഉറങ്ങാൻ പോവാ അമ്മായിയെ, ഭാസു പറഞ്ഞു. നിന്നോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞോടാ, അമ്മായി ചോദിച്ചു. ഭാസു അമ്മായിയുടെ മുന്നിൽ പോയി തലകുനിച്ച് നിന്നു. ഭാസുവിനേക്കാൾ പൊക്കമുണ്ടായിരുന്നു അമ്മായിക്ക്. അവർ ക്രൗരഭാവത്തിൽ വാസുവിനെ നോക്കി നിന്നു. ആ സമയം അക്കമ്പാലിക്കാരിയായ ബീനാമ്മ അങ്ങോട്ടേക്ക് വന്നു. കൊച്ചമ്മേ, ആട്ടിറച്ചി കറി വെച്ച് ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു. രുചിയുണ്ടോടി, അമ്മായി ചോദിച്ചു. ഉവ്വേ, നന്നായിട്ടുണ്ട്. നന്നായിരിക്കണം, ഇല്ലേ നാളെ നീ എൻ്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന് ചതയും, അമ്മായി ഒരു താക്കീത് പോലെ പറഞ്ഞു. എന്നാ ഇന്ന് നീ വീട്ടിൽ പൊക്കോ, മറ്റന്നാ ഉച്ചയോടെ ഇങ്ങ് എത്തണം. അല്ല, കൊച്ചമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക്, ബീനാമ്മ ചോദിച്ചു. എന്തുവാടി, എന്നെ നീലക്കുറക്കം പിടിക്കുവോ? നീ പോയിട്ട് വാടി, 1 മാസമായി നീ പറയുന്നതല്ലേ വീട്ടിൽ പോകണമെന്ന്, പോയിട്ടിങ്ങ് വാ, അമ്മായി പറഞ്ഞു. ബീനാമ്മ പോയപ്പോൾ അമ്മായിയുടെ ശ്രദ്ധ ഭാസുവിലേക്ക് തിരിഞ്ഞു. അവരുടെ ദേഹത്ത് കെട്ടിയ തോർത്ത് അല്പം താഴ്ന്നിരുന്നു. അതിനിടയിൽ കിടന്ന് അവരുടെ തങ്കത്താലി തിളങ്ങുന്നുണ്ടായിരുന്നു. എന്തൊരു മതാലസയാണ് അമ്മായി. ഡാ, നീ ഇപ്പോൾ തന്നെ നമ്മുടെ പനക്കേല വാഴത്തോട്ടത്തിൽ പോകണം, അവിടെ മോഷണമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. കാവലിന് ഏൽപ്പിച്ചവന്മാർ കിടന്നുറങ്ങുന്നുണ്ടോയെന്ന് തഞ്ചെത്തി നോക്കണം. നാളെ ഉച്ചയോടെ വന്നാൽ മതി, വിശദമായി എല്ലാം എന്നോട് പറഞ്ഞു തരണം. വിക്രമേട്ടനുമായി രാത്രിയിൽ കഴിയാൻ തത്രപ്പാടിലായ അമ്മായി തന്നെ ഒഴിവാക്കാൻ നമ്പരിടുവാണെന്ന് ഭാസുവിന് മനസ്സിലായി. ഞാൻ ഈ രാത്രിയിൽ എങ്ങനെ പോകും അമ്മായി? ഡാ, മുടിക്കാനുണ്ടായവനെ, നിനക്ക് ഈ ചിങ്ങത്തി 18 കഴിഞ്ഞില്ലയോടാ? ഒരാൺചെറുക്കൻ രാത്രി വെളിയിലിറങ്ങാൻ എന്തോന്നിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? ഭാരമേറിയ കൈവീശി ഭാസുവിൻ്റെ തോളത്തൊരടി കൊടുത്ത് അമ്മായി ചോദിച്ചു. അമ്മായി ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ നിൽക്കും? ഈ കരയിൽ ഏറ്റവും സുന്ദരി അമ്മായിയല്ലേ, ഒറ്റയ്ക്കായ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലോ, അതുകൊണ്ടാ, ഭാസു പറഞ്ഞത് സാവിത്രിക്ക് നന്നേ സുഖിച്ചു. അങ്ങനെ ഏതവനേലും വന്നാൽ എൻ്റെ കൈ കൊണ്ട് ചാകും, നീ പേടിക്കേണ്ട, പോകാൻ നോക്ക്. അമ്മായി, ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഓ, നീ ഇവിടെ നില്ല്. പിൻഭാഗം ഇളക്കി അവർ അടുക്കളയിലോട്ട് പോയി. തിരികെ വന്നത് ഒരു പൊതിക്കെട്ടുമായിട്ടാണ്. ദാ, ചോറും കറിയുണ്ട്, 2 കഷ്ണം ആട്ടിറച്ചിയും വെച്ചിട്ടുണ്ട്. പോണ പോക്കിൽ ആ മാന്തറയിലെങ്ങാനും ഇരുന്ന് കഴിക്ക്. ഇനി വൈകണ്ട, ശീഘ്രം പോയിട്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവിടെയുള്ള കാവൽക്കാരന്മാർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഉറങ്ങുന്നുണ്ടേ എന്നോട് വിശദമായി പറയണം. ഞാനൊരു ചൂരലുമായി നാളെ നേരിട്ട് പോവും. അവന്മാരുടെ ചന്തി പൊളിയും നാളെ, ആജ്ഞാസ്വരത്തിൽ അമ്മായി പറഞ്ഞു. ശരി അമ്മായി, പൊതിക്കെട്ടും വാങ്ങി ഭാസു പടികടന്നിറങ്ങി. അമ്മായി സുന്ദരിയാണെന്ന് പറഞ്ഞതിനുള്ള പാരിതോഷികമാണ് 2 കഷ്ണം ആട്ടിറച്ചിയെന്ന് ഭാസുവിന് മനസ്സിലായി. അവിടെ നിന്ന് സുമാർ 15 കിലോമീറ്റർ അകലെയാണ് പനക്കയിലെ 5 ഏക്കറയുള്ള വാഴത്തോട്ടം. ഈ കൊടും രാത്രിയിൽ പരിപാടിക്ക് വേണ്ടി അമ്മായി തന്നെ അങ്ങോട്ടേക്ക് വിടുവാണ്. എന്നാൽ ഭാസു പോയില്ല. എന്ത് നടക്കുമെന്നറിയാനൊരാകാംക്ഷ. അവൻ കുളക്കരയിൽ പോയി പൊതി അഴിച്ച് ആട്ടിറച്ചിയും ചോറും വലിച്ചു വാരി തിന്നു. പൊതി വലിച്ചെറിഞ്ഞ് കൈയും മുഖവും കഴുകി തിരികെ എത്തിയിട്ട് പുറത്തെ ഏണി വഴി തറവാട്ടിനുള്ളിൽ കയറി. അവന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ വഴിയാണത്. തറവാടിൻ്റെ അകത്ത് കയറിയ ഭാസു ഒളിച്ചിരുന്നു. അവിടെ നിന്നാൽ താഴെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി കാണാം. പഴയ നാലുകെട്ടാണ് തറവാട്.
രാത്രി 9-9:30 കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. അമ്മായി പടിവാതിലിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. കുണുങ്ങി കുണുങ്ങി ഇളകി ആടിയായിരുന്നു അവരുടെ നടത്തം. മുടിയിൽ കെട്ടിയ തോർത്തും അഴിച്ചിരുന്നു. അവരുടെ നീണ്ടു വിടർന്ന മുടി മുതുകിനെ തഴുകി തമ്മാനമാടി. പൊന്നേട്ടനാണോ? അവർ വിളിച്ചു ചോദിച്ചു. അതേടി സാവിത്രി, വാതിൽ തുറക്ക നീ. വെളിയിൽ നിന്ന് പരുക്കനായ ശബ്ദം. ഇപ്പോൾ തുറക്കാവേ. അത്യാഹ്ലാദത്തോടെ അമ്മായി വാതിൽ തുറക്കുന്നത് തട്ടിൻ്റെ മുകളിൽ നിന്ന് ഭാസു കണ്ടു. വെളിയിൽ ആരോഗ്യ ദൃഢഗാത്രനായ വിക്രമൻ തമ്പി ഒരു പേർഷ്യൻ ടോർച്ചുമായി നിൽക്കുന്നു. മുണ്ടു മാത്രമേ അദ്ദേഹം ധരിച്ചിരുന്നുള്ളൂ. 6 അടി പൊക്കത്തിൽ പേശീബലമുള്ള ശരീരവും കട്ടിമീശയുമുള്ള വിക്രമൻ തമ്പിയെ ഭാസു അസൂയയോടെ നോക്കി. ആ നാട്ടിലെ കാളക്കൂറ്റനാണ് വിക്രമൻ തമ്പി. ഭാസുവിൻ്റെ അമ്മായിയെ മാത്രമല്ല, നാട്ടിലെ പേരെടുത്ത പല കുലസ്ത്രീകളെയും രഹസ്യമായി പരിപാലിച്ചു പോകുന്നത് തമ്പിയാണ്. തെക്കേമഠത്തിലെ കുഞ്ഞാത്തോൽ മുതൽ മാടത്തറയിലെ വലിയ തമ്പുരാട്ടി വരെ തമ്പിയുടെ പറ്റുകാരാണെന്നാണ് കരക്കമ്പി. തമ്പി പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വാതിലടച്ചു. എടി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ? വിക്രമൻ തമ്പി അല്പം ഈർഷ്യയോടെ ചോദിച്ചു. ഓ പിന്നെ, ആര് കാണാനാ? ഇവിടുത്തെ വേലക്കാരിയെ ഇന്നത്തേക്ക് പറഞ്ഞ് വീട്ടിൽ വിട്ടു. കാര്യസ്ഥൻ രാത്രിയിൽ ഇങ്ങോട്ട് വരില്ല. പിന്നെ ആ തോട്ടക്കാരൻ ഇപ്പോൾ പട്ടയടച്ച് തൊഴുത്തിലെങ്ങാനും ചെരിഞ്ഞു കാണും. പിള്ളേരോ? വിക്രമൻ തമ്പി ചോദിച്ചു. അവന്മാരുറങ്ങി. ആ തെണ്ടിച്ചെക്കനെ പനക്കേല തോട്ടത്തിലേക്കും വിട്ടു, അമ്മായി പറഞ്ഞു. തന്നെ അമ്മായി സംബോധന ചെയ്യുന്നത് കേട്ട് ഭാസുവിന് ചെറിയ വിഷമം വന്നു. ആ, അപ്പോൾ സൗകര്യമായി. വിക്രമൻ തമ്പി അമ്മായിയുടെ അരക്കെട്ടിൽ കൈ ചുറ്റി തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. വിട് വിക്രമേട്ട, ആദ്യം ഭക്ഷണം കഴിക്ക്, എന്നിട്ട് സമയമുണ്ടല്ലോ. അമ്മായി കുതറി മാറി. അങ്ങനെ ആകട്ടെ. ഇതെന്താ നിന്റെ തലയിൽ 2 സിന്ദൂരം? വിക്രമൻ തമ്പി അമ്മായിയോട് ചോദിച്ചു. അമ്മായി കുളി കഴിഞ്ഞ് നീണ്ട വാർമുടി ഒതുക്കി വകുപ്പെടുത്ത് സീമന്തരേഖയിൽ 2 സിന്ദൂരം ഇട്ടിരുന്നു. ഒന്ന് ചുവപ്പും മറ്റൊന്ന് വയലറ്റ് പോലൊരു നിറവും. ചുവന്ന സിന്ദൂരം എൻ്റെ പരസ്യ ഭർത്താവ് അച്യുതൻ അടിയിരിക്കെ, മറ്റേ കളർ എൻ്റെ രഹസ്യ ഭർത്താവ് വിക്രമൻ തമ്പി എന്ന പൊന്നേട്ടന്. കുലുങ്ങി ചിരിച്ചുകൊണ്ട് അമ്മായി പറഞ്ഞു. പിൻഭാഗം കുലുക്കി വിക്രമൻ തമ്പിയെ ചുറ്റിപ്പിടിച്ച് അമ്മായി ഊണുമുറിയിലേക്ക് കുണുങ്ങി കുണുങ്ങി നടന്നു. പൊന്നേട്ടാ, ചിണുങ്ങലോടെ അമ്മായി വിളിച്ചു. വിക്രമൻ തമ്പിയെ ഊണുമുറിയിലെ കസേരയിലിരുത്തി അമ്മായി അടുക്കൽ നിന്ന് വിളമ്പിക്കൊടുത്തു. സാമ്പാറും വെണ്ടയ്ക്കാത്തോരനും മാങ്ങാച്ചാറും ആട്ടിറച്ചിയും മോരുകറിയും കൂട്ടി വിക്രമൻ കുശാലായി ഉണ്ടു. ഒരു കുന്ന് ആട്ടിറച്ചിയാണ് വിക്രമേട്ടൻ്റെ ഇലയിൽ അമ്മായി വിളമ്പി വെച്ചത്. വിക്രമേട്ടൻ ഊണ് തീർത്തെണീറ്റ് കൈ കഴുകാൻ നടന്നു. നീ കഴിച്ചായിരുന്നോ? ചോദിക്കാൻ മറന്നു. വിക്രമൻ തമ്പി തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഊണ് കഴിച്ചു, ഇനി പൊന്നേട്ടനെ കഴിക്കണം മുഴുവനായിട്ട്, അമ്മായി മാതകസ്വരത്തിൽ പറഞ്ഞു. എല്ലെങ്കിലും ബാക്കി വെച്ചേക്കണേ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിക്രമൻ തമ്പി കൈയും വായുമൊക്കെ കഴുകി തിരികെ വന്നു. ഭാനുമതിയോട് എന്തു പറഞ്ഞു? അമ്മായി ചോദിച്ചു. വിക്രമൻ തമ്പിയുടെ ഭാര്യയാണ് ഭാനുമതി. തെക്കേത്തോട്ടത്തിൽ പന്നി ഇറങ്ങുന്നത് നോക്കാൻ ഇന്ന് രാത്രി അവിടെ തങ്ങുമെന്ന് പറഞ്ഞു. വിക്രമൻ പ്രതിവചിച്ചു. അത് നന്നായി. ബെഡ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അമ്മായി പറഞ്ഞു. വിക്രമൻ പിന്നാലെ ചെന്നു. ഇരുവരും മുറിയിൽ കയറി വാതിലടച്ചതോടെ ഭാസു താഴെ ഇറങ്ങി. ഇനിയുള്ള ദൃശ്യങ്ങൾ എങ്ങനെ കാണും? ഫാനൊക്കെ ഉണ്ടെങ്കിലും കിടപ്പുമുറിയുടെ ജനലുകൾ തുറന്നിട്ടാണ് അമ്മായി സാധാരണ കിടക്കാറുള്ളത്. ആ വഴി നോക്കാം. ഇത് തീരുമാനിച്ചുകൊണ്ട് ഭാസു തറവാടിൻ്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് പുറത്തിറങ്ങി. അടിവെച്ചടിവെച്ച് അവൻ അമ്മായിയുടെ മുറിക്ക് പുറത്തെത്തി. നിഗമനം ശരിയായിരുന്നു. ജനലുകൾ തുറന്നു കിടക്കുന്നു. അതിലൂടെ ഭാസു നോക്കി.
ആ സമയത്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു വിക്രമനും സാവിത്രിയും. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ പോർഷൻ ഞാൻ ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. അത് പിന്നീട് കേട്ടാലും മതി കേട്ടോ. കലാപരിപാടികൾ തകൃതിയായി നടക്കുന്നതിനിടയിൽ അമ്മായി തല ചരിച്ചൊന്ന് നോക്കി. അവരുടെ നോട്ടം തീക്ഷ്ണമായി ജനലരികിൽ തറച്ചു. വിക്രമേട്ട! പ്രേതത്തെ കണ്ട പോലെ അമ്മായി അലറി വിളിച്ചു. മതിമറന്നു നിന്ന ഭാസു അപ്പോഴാണ് ബോധത്തിലേക്ക് തിരികെ എത്തിയത്. അമ്മായി തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൻ്റെ സർവാംഗവും വിറച്ചു. വിക്രമേട്ടനും ഞെട്ടി. അമ്മായി ഞെട്ടിപ്പിരണ്ടെണീറ്റു. വാ, അവനതാ പുറത്ത്! അവർ വിക്രമനോട് ഗർജിച്ചു. അയാൾ മുറിക്ക് വെളിയിൽ ചാടി. ആകെ സ്തബ്ധനായി കാലുറച്ച പോലെ നിശ്ചലനായി നിന്നു ഭാസു. ഇനി എന്താണ് സംഭവിക്കുക? അമ്മായി അടുക്കളയിലേക്കാണ് ഓടിയത്. വാള് പോലെയുള്ള വലിയ വാക്കത്തി എടുത്തുകൊണ്ട് അവർ ഒരു പടനായികയെ പോലെ വെളിയിലേക്ക് ചാടിയിറങ്ങി. ഉടുതുണിയില്ലാതെ വിക്രമേട്ടൻ പിന്നാലെയും. ആ ഓട്ടം നിന്നത് പിന്നാമ്പുറത്ത് മുറിയുടെ ജനാലക്കരികിൽ നിന്ന ഭാസുവിനരികിലാണ്. വിക്രമേട്ട, അവനെ പിടിച്ചോ! ഇന്ന് വെട്ടിയരിഞ്ഞ് തടത്തിലിട്ട് മൂടണം. അവൻ രക്ഷപ്പെട്ട നമ്മുടെ മാനം പോകും. അമ്മായി വാക്കത്തി ഉയർത്തി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെ കൊല്ലാനാണ് രണ്ടും എത്തിയതെന്ന് ഭാസുവിന് മനസ്സിലായി. അമ്മായിയുടെ വാക്കത്തിയുടെ മൂർച്ചയും തിളക്കവും അവനെ ഉണർത്തി. ഇത് തൻ്റെ കഴുത്തിൽ വീഴാൻ പോവാണ്. അവൻ്റെ നിശ്ചലമായ കാലുകളിലേക്ക് ഊർജം വീണ്ടും എത്തി. വാസു പിന്തിരിഞ്ഞോടി. വീടിന് പിന്നിലെ തോട്ടത്തിലൂടെ, അതിനപ്പുറം പാടത്തൂടെ അവൻ ഓടി. നല്ല നിലാവുണ്ടായിരുന്നു. പിന്നിൽ നോക്കുമ്പോൾ ഒരു തടിയൻ പുരുഷൻ്റെയും വാക്കത്തി ഉയർത്തി ഗർജിച്ചുകൊണ്ട് ഓടുന്ന ഒരു സ്ത്രീയുടെയും നിഴൽ രൂപങ്ങൾ തന്നെ പിന്തുടരുന്നത് അവന് കാണാമായിരുന്നു. തട്ടാതെയും താഴെ വീഴാതെയും പാടം മൂടിക്കേറിയ വാസു പുഴക്കരയിലെത്തി. അവിടെ അതാ ഒരു കൊട്ടവഞ്ചി. അവൻ അതിലേക്ക് ചാടിക്കേറി കെട്ടഴിച്ച് ആഞ്ഞു തുഴഞ്ഞു. കര ദൂരെ അപ്രത്യക്ഷമാകുന്നവരെ കഴുത്തിൽ അവൻ ഇടയ്ക്കിടെ തപ്പി നോക്കി. തല അവിടെ തന്നെ ഉണ്ടോ? കുറെ കഴിഞ്ഞപ്പോൾ ഭാസുവിന് നന്നെ ഉറക്കം വന്നു. പങ്കായം മാറ്റിവെച്ച് അവൻ വഞ്ചിയിൽ കിടന്നുറങ്ങി. അവനെയും കൊണ്ട് വഞ്ചി പുഴയിലൂടെ തോന്നിയ പടിക്ക് സഞ്ചരിച്ചു.